വീനസിന് സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ പോലെ അല്ലാതെ ചില പ്രത്യേകതകളുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഡോമിനന്റ് ആയിട്ടുള്ള വീനസിന്റെ തിക്ക് അറ്റ്മോസ്ഫിയറിൽ സൺലൈറ്റ് കുറച്ചേ കടന്നു വരുള്ളൂ. പക്ഷേ വരുന്ന സൺലൈറ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം അബ്സോർബ് ചെയ്ത് റീറേഡിയേറ്റ് ആയി വീനസിൽ തന്നെ തങ്ങി നിൽക്കും. ഈ തിക്കായ അറ്റ്മോസ്ഫിയർ ഭൂമിയിലെ 4 ദിവസം എടുക്കും ഒന്ന് ചുറ്റി വരാൻ. എന്നാൽ വീനസ് ഇപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ ഭൂമിയിലെ 243 ദിവസം എടുക്കും. വീനസ് സൂര്യനെ ചുറ്റി വരാൻ എടുക്കുന്ന റെവല്യൂഷൻ ടൈം തന്നെ 225 ദിവസമേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലാണ് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അത്രയ്ക്ക് സ്ലോ റൊട്ടേഷൻ. വീനസിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് മൂവിംഗ് തിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇത്രയും പോലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഒരു സൈഡ് മാത്രം സൂര്യനെ ഫേസ് ചെയ്ത് നിന്നേനെ. ഇനി റൊട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിലോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട്. മുമ്പ് നടന്ന ഏതെങ്കിലും കൊളീഷൻ ആണോ അതോ വീനസിന്റെ തിക്ക് അറ്റ്മോസ്ഫിയർ ആണോ ഇതിനൊക്കെ കാരണമെന്ന് സ്പെക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ, ഉറപ്പിച്ചു പറയാൻ വയ്യ.